ഹലോ ഫ്രണ്ട്സ്, നാളെ അവയുടെ ബർത്ത്ഡേ ആയിട്ടോ. അപ്പോൾ അതിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ മുഖത്ത് നിങ്ങളിങ്ങനെ ഡോട്ട്സ് കാണുന്നുണ്ടായിരിക്കും. അത് കാറിൻ്റെ ചില്ലയിൽ വെള്ളം ഇരിക്കുന്ന ഡ്രോപ്സിൻ്റെ ഇതാട്ടോ. അപ്പം പറഞ്ഞു വന്നത് നാളെ അവയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അവനെ ഞങ്ങൾ നഴ്സറി കൊണ്ടുവിട്ടു. അത് ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നമ്മളെല്ലാ പ്രാവശ്യം പോകുന്ന പോലെ സ്മിത്തിലേക്കാണ് ഈ പ്രാവശ്യം പോകുന്നത്. അവിടെയാണ് കൂടുതലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. മീൻസ് ഒത്തിരി സെലക്ഷൻ ഉണ്ട് അവിടെ പോവുകയാണെങ്കിൽ. അതുകൊണ്ടാട്ടോ അവിടെ പോകുന്നത്. പിന്നെ നമുക്ക് ഒരു 3 മണിക്കൂറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പം ഗിഫ്റ്റ് എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് പൊതിഞ്ഞ് മറ്റേ ക്രിസ്മസിന് കാണിച്ച പോലെ പൊതിഞ്ഞ് വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക, മറന്നുപോയി. വരുന്ന വഴിക്ക് ഈ വീക്കിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. നമ്മളെല്ലാ ഫ്രൈഡേസിലാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ആ പരിപാടികളെല്ലാം ചെയ്യണം. 3 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്മിത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വെതറുണ്ട്. ചൂടുണ്ടെങ്കിലും ചെറിയ തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇത് ജാക്കറ്റൊന്നും ഇല്ലാതെ സർവൈവ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി സ്മിത്തി കയറാം. കാർ ലോക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നത് സ്മിത്തിലേക്കാണ്. അവിടെ പോയി അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ വേണ്ടതെന്നൊക്കെ. നമുക്ക് ആ കാര്യങ്ങളൊക്കെ മേടിക്കാം. പിന്നെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് കുറച്ച് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, ഞങ്ങളുടെ പേരും പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പം 2-3 സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി എടുക്കട്ടെ. ഇടയ്ക്ക് അജയ് ചേട്ടൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ബാക്കിലായിരുന്നു പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ അജയ് ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് വരും. ആ സമയം കൊണ്ട് ഞാൻ പോയി സാധനങ്ങളൊക്കെ നോക്കട്ടെ. അജയ് ചേട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരട്ടെ. നമുക്ക് ഒട്ടും സമയം കളയാനില്ല. പെട്ടെന്ന് കയറി ടോയ്സ് നോക്കാം. നേരെ പോയത് വലിയ വണ്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. അത് ട്രക്ക്, JCB അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെ ഇതേ ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾ JCBക്ക് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോയത് ഗെയിമിംഗ് സെക്ഷനിലേക്ക്, അതായത് ബോർഡ് ഗെയിംസ് ഉള്ള സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. അവിടെ പോയി കുറേ ഗെയിംസ് ഒക്കെ നോക്കി. പക്ഷേ എല്ലാം ഭയങ്കര വലുതായിരുന്നു. നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന അത്രയും സൈസിലുള്ള ഒന്നും കിട്ടിയില്ല. പിന്നെ ആ ഒരു പ്ലാൻ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തു. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെ വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞ സാധനമായിരുന്നു കേട്ടോ, സ്കേറ്റിംഗ് ബോർഡ്. അപ്പോൾ നമ്മളിത് സ്കേറ്റിംഗ് ബോർഡ് നോക്കാൻ വന്നാൽ ഞങ്ങൾ സ്കേറ്റിംഗ് ഷൂ വേണമെന്ന് ചോദിച്ചപ്പം വേണ്ടെന്ന് പറഞ്ഞു. സ്കേറ്റിംഗ് ബോർഡ് തന്നെ മതി കേട്ടോ. അപ്പം അത് നോക്കുവാണ് ഞങ്ങൾ. കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഏതാന്നുള്ളത് തപ്പി കണ്ടുപിടിക്കട്ടെ ഒന്ന്. അങ്ങനെ സ്കേറ്റിംഗ് ബോർഡെല്ലാം നോക്കി പിന്നെ ഒന്ന് റൗണ്ട് അടിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ബീച്ചിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഒക്കെ കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ സമ്മറല്ലേ വരുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് 2 എടുത്തു. അങ്ങനെ തന്നെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. നമുക്കിനി കാറിൻ്റെ അകത്തോണ്ട് വെച്ചിട്ട് സ്പോർട്സ് ഡയറക്റ്റ് വരെ ഒന്ന് പോണേ. ഞങ്ങൾ അടുത്ത ദിവസം മുതൽ ഒന്ന് ഷട്ടിൽ കളിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഷട്ടിൽ ബാറ്റ് നോക്കുന്നിട്ട് കാണുന്നത്. പോകണം എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഷട്ടിലൊക്കെ വാങ്ങിച്ചു വെക്കാം നമുക്ക്. നമ്മൾ സ്പോർട്സ് ഡയറക്റ്റ് കയറാൻ മെയിൻ ഉദ്ദേശം അജയ് ചേട്ടന് കുറച്ച് ക്രിക്കറ്റിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഇനിയിപ്പോൾ സമ്മർ തുടങ്ങി കഴിഞ്ഞാൽ ഇവരുടെ സീസൺ ഗെയിംസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പാഡും അതുപോലെ തന്നെ കുറച്ച് പാഡല്ല, കാലേ വെക്കുന്ന പാഡും അതുപോലെ തന്നെ ഷൂവും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അത് നോക്കാനായിരുന്നു കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് സാധനമില്ല. പോവാം. പാടില്ല. ഷൂ വേണമായിരുന്നല്ലോ ചേട്ടന്. നോക്കുന്നുണ്ടോ? ഇപ്പൊ നോക്കുന്നുണ്ടോ? ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം അജേശ്വരം നോക്കിയ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്താണേലും എന്താ പറയുക, നാളെ വെളിയിൽ ഇറങ്ങുമ്പം നമ്മുടെ ടൗണിൽ വേറൊരു സ്പോർട്സ് ഡയറക്റ്റ് ഉണ്ട്, അവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു സാധനമായിട്ട് ഇവിടെ ബില്ല് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഷട്ടിൽ ബാറ്റ് ഇവിടെ വെച്ചു. നമുക്കിനി നാളെ പോകുമ്പോൾ എടുക്കാം. അങ്ങനെ സ്പോർട്സ് ഡയറക്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് M&Sലേക്കായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അടിപൊളി കേക്കുകൾ കിട്ടും. അതും വളരെ ചെറിയ സൈസിൽ കിട്ടും കേട്ടോ. എന്നാൽ പിന്നെ ഇവിടുന്ന് നാളെ കട്ട് ചെയ്യാനുള്ള കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫംഗ്ഷനുള്ള കേക്ക് ഞാൻ വേറൊരിടത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതേ ക്യാൻഡിലൊക്കെ നോക്കി നമ്മൾ ഒരു ക്യാൻഡിലും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് കേക്കും ഒക്കെ എടുത്തു. ഇനി നമുക്ക് നേരെ ബില്ല് ചെയ്ത് ഇറങ്ങാം. സമയം നല്ല റണ്ണിങ് ആണ്. നമുക്ക് ഒട്ടും സമയം ഇനി കളയാനില്ല. അങ്ങനെ അവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മളിനി നേരെ പോകുന്നത് ആൽഡിയിലേക്കാട്ടോ. സാധനം മേടിക്കാൻ നമുക്ക് ഗ്രോസറി ഐറ്റംസ് എല്ലാം മേടിച്ച് വെക്കണം. അപ്പോൾ ഇനി നേരെ പോയി അതിന് പോവാം. അവ വന്നതിന് മുമ്പ് ഈ സാധനം എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് പാക്ക് ചെയ്ത് വെക്കണമെന്നും ഒരാഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞ് അവൻ ഉറങ്ങി കഴിയുമ്പോഴേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഹോട്ട്
ചോക്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ഇനി സാധനങ്ങളൊക്കെ മേടിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ അൽദി എടുത്തി പോയി സാധനം മേടിക്കട്ടെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് മീൽ പ്ലാനൊക്കെ ചെയ്ത് ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി സാധനം മേടിച്ചുകൊണ്ട് ഇറങ്ങാം. ഇനി ഇപ്പോൾ ഏകദേശം സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 1 മണിക്കൂർ കൊണ്ടുണ്ട്. 12 മണിയാകുമ്പോഴത്തേക്ക് അവി എത്തത്തുള്ളൂ. അതിന് മുമ്പ് പോയി സാധനം മേടിച്ചുകൊണ്ട് പോയി ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പെട്ടെന്ന് പോയി സാധനം മേടിച്ചിട്ട് വരട്ടെ. നമ്മൾ ഓരോ ആഴ്ചത്തേക്കുള്ള സാധനങ്ങളാട്ടോ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ മീൽ പ്ലാനും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്ത് വെക്കും. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളാട്ടോ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് കഴിയുക എന്നുള്ളത്. പക്ഷേ ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. നമ്മൾ സാധനങ്ങൾ എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്കും ഏകദേശം സമയം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽദീന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടാണ്ടായിരുന്നു. നേരെ ആസ്റ്റയിലേക്ക് വെച്ച് പിടിച്ചു. മെയിനായിട്ട് കിട്ടാനുണ്ടായിരുന്ന സാധനമായിരുന്നു കേട്ടോ തേങ്ങ. ചിലപ്പം അൽദിയിൽ കാണും, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആസ്റ്റയിൽ വന്ന് മേടിക്കണം. അങ്ങനെ തേങ്ങ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വേറൊരു ഐറ്റം കണ്ടത്. നമ്മുടെ നാട്ടിലെ പപ്പായൊക്കെ ഇല്ലേ, അത്. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് സടപടയുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ബില്ല് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. വിചാരിച്ച പോലെ കാര്യങ്ങൾ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പക്ഷെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും പോയില്ല. നമ്മൾ നല്ല ലേറ്റാണ്, അവനെ വിളിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അവൻ്റെ നഴ്സറിയിലേക്കാട്ടോ. നഴ്സറി പോയി അവനെ പിക്ക് ചെയ്തിട്ട് ഡിക്കിയിലാണല്ലോ സാധനം ഇരിക്കുന്നത്. അവനെ കാണാതെ എങ്ങനെയെങ്കിലും ഇപ്പോൾ സാധനം മുകളിലേക്ക് എടുത്തുകൊണ്ട് പോവാതെ അവൻ എന്താണെങ്കിലും ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങും. ആ സമയത്ത് വന്ന് സാധനം എടുത്തുകൊണ്ട് പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് മേടിച്ച ഗ്രോസറീസ് മാത്രം എടുത്തിട്ട് പോവാം. അപ്പം പെട്ടെന്ന് പോയി അവന് വിളിക്കട്ടെ. ലേറ്റായി, അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് പോട്ടെ. അപ്പം ഇന്ന് അവനെ വിളിക്കാൻ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞത് അവ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കൂടാതെ ഭയങ്കര എനർജറ്റിക്കും ആയിരുന്നു എന്ന്. ഭയങ്കര ഓട്ടവും ചാട്ടവും നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കൂടാത്തതിന് പുള്ളീനെ ഇന്ന് നമ്മൾ വിളിക്കാൻ ചെന്ന കാറും കൊണ്ടാണല്ലോ, അതുകൊണ്ട് പുള്ളി ഡബിൾ ഹാപ്പി ആയിരുന്നു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കാറും കൊണ്ട് വിളിക്കാൻ ചെല്ലുന്നതൊക്കെ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. നമ്മൾ ഗ്രോസറീസും സാധനങ്ങളും എല്ലാം എടുത്തു വെച്ചതിന് ശേഷമാണ് പുള്ളീനെ ഇറക്കിയത്. ഇല്ലെങ്കിൽ പുള്ളി വന്ന് നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടാലോ. അങ്ങനെ പുള്ളീനെ ഇറക്കി നമുക്കിനി നേരെ വീട്ടിൽ പോവാട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരും നല്ല ടയേർഡുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവീനെ പെട്ടെന്ന് കുളിപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇന്നലെ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണ കാരണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനും അവിയും കൂടെ സാധനങ്ങളെല്ലാം പറക്കി വെക്കാൻ തുടങ്ങി. എന്ന് സാധനം വാങ്ങിച്ചിട്ട് വന്നാലും അവിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ എല്ലാ സാധനങ്ങളും പറക്കി വെച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ സടപടയിൽ പെട്ടെന്ന് ഇറങ്ങി. എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, തലമുടി വെട്ടാനും പിന്നെ ഐബ്രോസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയത് കേട്ടോ. ഞാൻ എല്ലാ മാർച്ച് മാസം ആകുമ്പോഴും ഞാൻ എപ്പോഴും ഉള്ളതാണ് ഈ ഒരു മുടി വെട്ടലും കാര്യങ്ങളും ഒക്കെ. അവയുടെ മാത്രമല്ല, മീൻസ് അവയുടെ ബർത്ത്ഡേ 15-ാം തീയതി ആണെങ്കിൽ 17-ാം തീയതി എൻ്റെ കൂടെ ബർത്ത്ഡേ ആണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും മാർച്ച് ആകുമ്പം ഞാൻ ഒന്നെൻ്റെ മുടി മുറിക്കുന്നതാണ്. അപ്പോൾ ആ പരിപാടിക്കൊക്കെ പോകുന്ന കേട്ടോ. അപ്പം പെട്ടെന്ന് പോട്ടെ. ഇപ്പോൾ ഏകദേശം 1:15 ഞാൻ നടന്നാണ് പോകുന്നത്. അജീഷ് നോവി ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി പരിപാടികളെല്ലാം ചെയ്ത് തിരിച്ചു വേണം. പിന്നെ അവയുടെ ബർത്ത്ഡേയുടെ കുറച്ച് സാധനം കൂടെ വാങ്ങാനുണ്ട്, ബലൂൺസും കാര്യങ്ങളും ഒക്കെ. അപ്പം അതുമെല്ലാം വാങ്ങിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പോട്ടെ. പോകുന്ന വഴിക്ക് എനിക്കൊന്ന് ഫാർമസിയിലും കയറണമായിരുന്നു. ഇന്നലെ അവീനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് പറഞ്ഞത് അവയ്ക്ക് ചെറിയൊരു എക്സീമയുടെ തുടക്കം ഉണ്ടെന്ന്. അതിനുവേണ്ടി ഒരു ഓയിൽമെൻറ്റും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ എനിക്കും അജയ് ചേട്ടനും വന്ന് വാങ്ങിക്കാൻ സമയം കിട്ടിയേയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് സിറ്റിയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്റർ എത്തി. നല്ല തിരക്കുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ സിറ്റി സെൻറ്ററിൽ. അതുപോലെ നല്ല ലൈവാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വരാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പ്രൈമാർക്കിലേക്ക് പോവാം. അവിടെ പോയിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രൈമാർക്കിൻ്റെ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ലൈവ് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കതൊന്നും കേട്ടോണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നേരെ പ്രൈമാർക്കിൽ കയറി നേരെ പോകുന്നത് അവരുടെ ബ്യൂട്ടി സ്റ്റുഡിയോയിലേക്കാണ്. ഇവിടെയാണ് ഞാൻ ഐബ്രോസ് ചെയ്യുന്നത്. ഇവിടെ ഐബ്രോസ് മാത്രമല്ല നെയിലും ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഐബ്രോസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ ഐബ്രോസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇവിടെ ഐബ്രോസ് ചെയ്യുന്ന 2 ഇന്ത്യൻ ലേഡീസാണ്. നല്ല അടിപൊളിയായിട്ട് ഐബ്രോസ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ഐബ്രോസ് എല്ലാം ചെയ്ത് നേരെ പോയത് കാർഡ് ഫാക്ടറിയിലേക്കാണ്. നമുക്ക് നാളത്തേക്കും അതുപോലെ തന്നെ അടുത്ത ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ വേണ്ടി കുറച്ച് ബലൂൺസും കാര്യങ്ങളും ഒക്കെ നോക്കണം. അത് വാങ്ങാനാട്ടോ കയറിയത്. നല്ല
ഇഷ്ടം പോലെ വെറൈറ്റിയിലുള്ള കാർഡുകൾ ഇവിടെ കിട്ടും. കാർഡുകളല്ല, ബലൂൺസ് ഇവിടെ കിട്ടും. നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ തീം പാവ പെട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറേ പാവ പെട്രോളിൻ്റെ ബലൂൺസും കാര്യങ്ങളൊക്കെ നോക്കി. കൂടാതെ നാളത്തേക്കുള്ള 2-3 ബലൂണും കാര്യങ്ങളും നോക്കിട്ടോ. ഇത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കുറേ നമ്പർ ബലൂൺസ് കണ്ടത്. ഇവിടെ പല കളറിൽ പല ഷേപ്പിലുള്ള ഇഷ്ടം പോലെ എന്താ പറയുക നമ്പർ ബലൂൺസ് ഉണ്ടായിരുന്നു. കുറേ നേരം നോക്കിയിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായി, ഏത് ബലൂൺ എടുക്കണം, ഏത് കളറിലുള്ള എടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ കൺഫ്യൂഷനായി. പിന്നെ ഞാൻ ഏകദേശം തപ്പിക്കണ്ടുപിടിച്ച് ഒരു 2-3 എടുത്ത് ഞാൻ അവിടെ നിന്ന് മാറി. പിന്നെ ഈ കൺട്രി എന്ന് പറയുന്നത് കാർഡുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി. അതായത് ഇവർ ഏത് സെലിബ്രേഷൻ വന്നാലും ഇവിടെ കാർഡുകൾ ഇവർ സെൻഡ് ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡ് സെൻഡ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കാത്ത ഡേയുടെ വരെ കാർഡുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഏത് വെറൈറ്റി കാർഡ് വേണേലും ഇവിടെ കിട്ടും. പോരാത്തതിന് നമ്മളൊരു ബർത്ത്ഡേക്ക് ഒരു തീം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ പ്ലേറ്റ്സ്, ടിഷ്യൂ, കപ്പ്, എല്ലാ സാധനം, ഈവൻ ടേബിൾ ക്ലോത്ത് വരെ ഇവിടെ കിട്ടും. എന്ത് സാധനവും നമ്മൾ ഉറപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവാം. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് എടുത്ത് ഞാൻ ഇറങ്ങി. അങ്ങനെ ഐബ്രോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയി മുടി വെട്ടാൻ പോവാം. കുറച്ച് നേരത്തെയാണ്, ഒരു 15 മിനിറ്റ്സ് നേരത്തെയാണ്. എങ്കിലും പോയി നോക്കാം അവിടെ. UK വന്ന് ഞാൻ ആദ്യമായിട്ട് മുടി വെട്ടിയപ്പം ഈ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ വേറെ 2-3 എടുത്ത് വെട്ടിച്ചു. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരെ തിരിച്ച് ഇവിടെ തന്നെ വന്നത്. പക്ഷേ അവർ കട മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടുപിടിക്കൽ കുറച്ച് പാടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതേ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടന്നു കേട്ടോ. ഏത് കളർ ടൂണിനാണ് വേണ്ടത്, ഏത് സ്റ്റൈലാണ് എനിക്ക് മുടി വേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞത് ഒരു 45 മിനിറ്റത്തെ പരിപാടിയാണ് ഇപ്പോഴത്തെ എൻ്റെ ഈ തല കാണുന്നത്. ഇനി ഇതൊരു ഏകദേശം 1 മണിക്കൂർ ഇവിടെ ഇരിക്കണം. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ ഇരിപ്പ്. കഴിഞ്ഞ 2-3 പ്രാവശ്യം വേറെ വേറെ ഷോപ്പിൽ പോയെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും എനിക്കെന്താണ് വേണ്ടത്, ഇത് തന്നെയല്ലേ ഞാൻ ഉദ്ദേശിക്കണേ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ ആക്കിയതിന് ശേഷം മാത്രമായിട്ട് ഇവർ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ 1 മണിക്കൂറത്തിന് വെയിറ്റിങ്ങിനൊക്കെ ശേഷം എൻ്റെ തലയൊക്കെ വാഷ് ചെയ്ത് പിന്നെ ഒരു ക്രീം ഇട്ട് ഒരു 20 മിനിറ്റ്സ് ഇരുത്തിയിട്ടോ. അത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴും ഇയാൾ എൻ്റെ അടുത്ത് കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത്, എങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ. അങ്ങനെ അവസാനം ഈ ഒരു കോലത്തിലെത്തി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ കട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങി കേട്ടോ. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം 2:45-3 മണിയായപ്പോൾ കയറിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:15 നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാൻ. എനിക്ക് നന്നായിട്ട് വിശന്നും തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ കടയൊക്കെ ക്ലോസ് ആയി. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇനി നമുക്ക് അജയ് ചേട്ടനെ വിളിച്ചോട്ടെ, എങ്ങനെയുണ്ട് റിയാക്ഷൻ ഒന്ന് കാണിച്ചേ. എങ്ങനെയുണ്ട് എൻ്റെ മുടി? എന്തെങ്കിലും ഡ്രസ് ഇവിടെ കളർ അടിച്ചത് കാണത്തില്ല, ഒന്നും കാണുന്നില്ല, അതുപോലെ തന്നെ ഉണ്ട്. ആ ബ്ലോ ഡ്രയർ എടുത്ത് അടിച്ചിട്ട് വന്നത് നമ്മുടെ തല എങ്ങനെയുണ്ട്? കളറില്ല, ഇവിടെ നോക്കി ഉണ്ടോ കളറ്? ഇല്ലേ, സൂപ്പറായി നമ്മുടെ മുടി. ബ്ലാക്ക് കളറാണോടി? സൂപ്പറാണോ? അടിപൊളിയായോ? അടിപൊളിയായോ? അപ്പം ഇനി എൻ്റെ കുട്ടിക്ക് ഇതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചു കൊടുക്കട്ടെ. എൻ്റെ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.